എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ് ലോകത്തിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള 3D കർവ്ഡ് സ്മാർട്ട് ഫോൺ. 5.95 mm മാത്രമാണ് ഇതിൻ്റെ ബോഡി തിക്നെസ് വരുന്നത്. പക്ഷേ ഇതല്ല കേട്ടോ ലോകത്തിലെ ഏറ്റവും സ്ലിം ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ. ഇതാണ് ഏറ്റവും സ്ലിം ആയിട്ടുള്ള 3D കർവ്ഡ് സ്മാർട്ട് ഫോൺ. ടെക്നോ പോവ സ്ലിം. ഏകദേശം 10-12 ദിവസത്തോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാനുള്ള ഒരു സമയക്കുറവ് കാരണമാണ് ഇത്രയും ലേറ്റ് ആയി പോയിട്ടുള്ളത്. അതുകൊണ്ട് എന്താ അത്രയും ദിവസത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണമെന്നുള്ളവർക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സമയം കളയേണ്ട നമുക്ക് ഈ ഒരു സ്ലിം ആയിട്ടുള്ള ഈ ഒരു സ്ലിം ബ്യൂട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് പ്രൊട്ടക്ടർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ബാക്ക് പാനൽ വരുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഒരു ഫ്രോസ്റ്റഡ് ടൈപ്പിലുള്ള ഒരു ബാക്ക് കേസ് വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് കൂടെ ലഭിക്കുന്നത്. പിന്നീട് ടൈപ്പ് A to ടൈപ്പ് C ചാർജിങ് കേബിൾ. 3 കളേഴ്സിലാണ് ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് സ്ലിം വൈറ്റ് എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ സ്കൈ ബ്ലൂവിലും കൂൾ ബ്ലാക്കിലും അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഡിസൈൻ തന്നെയാണ്. 5.95 mm മാത്രമാണ് ബോഡി തിക്നെസ്. വളരെ സ്ലിം ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. 156 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ്. നാടൻ ഭാഷയിൽ പറയാനാണെങ്കിൽ ശരിക്കും ഒരു പാറ്റക്കനം, അതായത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണെന്ന് പറയാൻ സാധിക്കും. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാമറ മൊഡ്യൂൾ ഉണ്ട്. അതിൽ തന്നെ ആ ഒരു ഡിം ലൈറ്റ് കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ പിറകിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു സ്റ്റൈലിഷ് ലുക്ക് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ബാക്ക് പാനൽ വരുന്നത് ഫൈബർ ഗ്ലാസ് മെറ്റീരിയലാണ്. ബോഡി ഫ്രെയിം വരുന്ന പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം ബ്ലോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴെ വശത്താണ് സിം ട്രേ വരുന്നത്. 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. ടൈപ്പ് C ചാർജിങ് പോർട്ട്, മൈക്രോഫോൺ, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഡിസൈൻ വൈസ് ഒരു സൂപ്പർബ് ലുക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതോടൊപ്പം തന്നെ IP64 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേ വരുന്നത് 6.78 ഇഞ്ചിൻ്റെ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള 1.5K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള 3D കർവ്ഡ് AMOLED പാനലാണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 7i ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 1600 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡെങ്കിൽ 4500 നിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാലും ഏതൊരു സിറ്റുവേഷനിലും കാര്യങ്ങളൊക്കെ നല്ല വെടുപ്പായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. താരതമ്യേന ബെസൽസും കാര്യങ്ങളൊക്കെ കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കുറവാണ്. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് ഉള്ളത് കൊണ്ട് തന്നെ ലോ ലൈറ്റിലും ഫ്ലിക്കറിങ്ങും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ കണ്ണിന് വലിയ സ്ട്രെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 3D കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫുൾ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ സെൻസറോട് കൂടിയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. ഇത്രത്തോളം സ്ലിം ആയ ഒരു സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ബെൻഡ് ആവുമോ എന്നുള്ള കാര്യം. നമ്മുടെ ഒരു നോർമൽ ബെൻഡിങ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടില്ല. കാരണം ഇതിന് മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് സ്മാർട്ട് ഫോണാണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 7i ആണ് ഗ്ലാസ്സിലൊക്കെ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. ഇത്രയും സ്ലിം ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് കൂടിയും 5160 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 45 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഇതുപോലുള്ള മറ്റ് സ്ലിം ആയിട്ടുള്ള സ്മാർട്ട് ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ അതൊക്കെ 4000 mAh താഴെ മാത്രമാണ് ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു മികച്ച ബാറ്ററി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിൽ ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പെർഫോമൻസ് സൈഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ MediaTek Dimensity 6400 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.5 GHz ക്ലോക്ക് സ്പീഡും Mali G57 MC2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. പെർഫോമൻസ് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു നോർമൽ യൂസർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേ ടു ഡേ ടാസ്കിലും കാര്യങ്ങളൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം ഒരു ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് എന്ന രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ബെസ്റ്റ് പ്രോസസ്സറും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കൂടിയും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഇതൊരു പ്രോ ലെവൽ ഗെയിമിംഗ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണോ കാര്യങ്ങളല്ല. ഞാനിതിൽ കോൾ ഓഫ് ഡ്യൂട്ടി ആണ് കളിച്ചത്. ഏകദേശം 45 മിനിറ്റോളം ഞാനിതിൽ ഗെയിം കളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളൊരു നോർമൽ ഗെയിമറാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ നമുക്കിതിൽ ഗെയിമിംഗ് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്.
അത്രയും ഗെയിം സമയം കളിച്ചാൽ പോലും നമുക്ക് ചെറുതായിട്ടുള്ള രീതിയിൽ വാമാണെങ്കിൽ കൂടിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കൂളും ആവുന്നുണ്ട്. ഓവറോൾ പെർഫോമൻസ് വൈസ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 2 മെമ്മറി വേരിയന്റിലാണ് ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GB. ഇവിടെ ഖത്തറിൽ 8+256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയന്റാണ് നിലവിൽ അവൈലബിൾ ആകുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇനി കണക്ടിവിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ 5G സ്മാർട്ട് ഫോണാണ്, അതുകൊണ്ട് തന്നെ ഡ്യുവൽ ബാൻഡ് 5G ഇതിൽ സപ്പോർട്ടാണ്, ഡ്യുവൽ ബാൻഡ് 4G LTE ഇതിൽ സപ്പോർട്ടാണ്, ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്, ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്, അതായത് ഖത്തറിൽ അല്ലെങ്കിൽ ഗ്ലോബലിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ഇന്ത്യൻ വേരിയന്റിൽ NFC സപ്പോർട്ടല്ല. IR ബ്ലാസ്റ്റർ ഉണ്ട്, ഇൻബിൽട്ട് ആയിട്ടുള്ള FM റേഡിയോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് iOS 15ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 1 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതായത് ആൻഡ്രോയിഡ് 16 ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതാണ്. 2 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുമെന്നാണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ചെറുതായിട്ടുള്ള രീതിയിലുള്ള ബ്ലോട്ടേഴ്സിൻ്റെ ആപ്പ് സജഷൻസും ഗെയിം സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഇവരുടെ തന്നെ വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള എലയുണ്ട്, ഗൂഗിൾ ജെമിനി, അതുപോലെ തന്നെ സർക്കിൾ ടു സെർച്ച്, കോൾ അസിസ്റ്റൻറ്റ്, ഗാലറി, വാൾപേപ്പർ ജനറേറ്റർ, അതുപോലെ തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ സൈഡിൽ ടെക്നോ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയതായിട്ടാണ് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു മൂഡ് ലൈറ്റിൻ്റെ കാര്യം. ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് കോൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത്, അതുമല്ലെങ്കിൽ ചാർജിങ് സമയത്ത്, ഈ പറഞ്ഞിട്ടുള്ള ലോ ബാറ്ററി ഇൻഡിക്കേഷൻ ഒക്കെ ആയിട്ടുള്ള സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് ഈ ഒരു ബാക്ക് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ്, മിക്ക ടെക്നോ സ്മാർട്ട് ഫോണിലും ഇപ്പോൾ കണ്ടുവരുന്ന ആ ഒരു ഫ്രീ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. അതായത് ബ്ലൂടൂത്ത് വഴി നമുക്ക് ഒരു ടെക്നോ സ്മാർട്ട് ഫോണിൽ നിന്ന് മറ്റൊരു ടെക്നോയിൽ നമുക്ക് നെറ്റ്വർക്കിൻ്റെ സഹായമില്ലാതെ ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. കാര്യം ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ടുള്ള സ്പീക്കറാണ്, പക്ഷേ സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ വലിയൊരു ലൗഡി ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല വരുന്ന, ഒരു ഡീസൻറ്റ് സ്പീക്കർ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. സംഭവം നമുക്ക് 2 ക്യാമറ പിറകിൽ കാണാൻ സാധിക്കും. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ്, രണ്ടാമത്തെ ക്യാമറ 2 മെഗാ പിക്സലിൻ്റെ. എന്താണ് ആ ഒരു ക്യാമറ എന്ന് ഒഫീഷ്യലി മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അതിന് ക്യാമറ എന്ന് പറയാം, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഞാനും അത് പറയുന്നില്ല എന്താണത്. റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫോട്ടോഗ്രാഫി ഞാൻ ഇന്ത്യയിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്, മറിച്ച് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഡേലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും, HDR ഫോട്ടോസിൻ്റെ കാര്യമാണെങ്കിലും, പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യമാണെങ്കിലും, ഇവൻ ഒരു ലെവലായിട്ടുള്ള മാക്രോ ഫോട്ടോഗ്രാഫി നമുക്കിതിൽ കാണാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് കാണാൻ സാധിക്കും. ഇനി സെൽഫിയുടെ കാര്യമാണെങ്കിൽ 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സെൽഫി ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് മിക്ക സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡയറക്റ്റ് പെർഫോമൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫോട്ടോസും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR ഫോട്ടോസും കൊള്ളാം, പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആകെ മൊത്തം ടോട്ടലി ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫോട്ടോഗ്രാഫി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യമാണെങ്കിൽ സാമ്പിൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടാൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ആ ഒരു വീഡിയോഗ്രാഫിയെക്കുറിച്ച് ലഭിക്കുന്നതാണ്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 2Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. 2K വീഡിയോയിൽ ഒരല്പം സ്റ്റെബിലിറ്റി കുറവാണ്. ബെറ്റർ സ്റ്റെബിലിറ്റിക്ക് ഫുൾ HDയിൽ 30 ഫ്രെയിമിൽ ഷൂട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് വീഡിയോഗ്രാഫി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 2Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. സ്റ്റെബിലിറ്റി ഒരു പൊടിക്ക് കുറവാണ്. ബെറ്റർ സ്റ്റെബിലിറ്റിക്ക് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ HDR പെർഫോമൻസും അത്യാവശ്യം നല്ലോണം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓവറോൾ ഒരു ഡീസൻറ്റ് വീഡിയോഗ്രാഫി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8+256GBക്ക് 849 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 20,500 രൂപയാണെങ്കിൽ ഇതേ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ 8+128 വരുന്ന വില എന്ന് പറയുന്നത് 19,999 രൂപ. വെറും 500 രൂപ എക്സ്ട്രയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 256GB ലഭിക്കുന്നുണ്ട് ഖത്തറിൽ. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ്,
ഈ ഒരു ടെക്നോയുടെ ഒരു ഇയർബഡ്സ് കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ പ്രൈം ഡിസ്ട്രിബ്യൂഷൻ്റെ ഒഫീഷ്യൽ സ്മാർട്ട് ഫോണാണ് വാങ്ങുന്നതെങ്കിൽ 2 വർഷത്തെ വാറണ്ടി നിങ്ങൾക്ക് ഓൾ ഓവർ GCC പ്ലസ് ഇന്ത്യ എന്നുള്ള രീതിയിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ലുക്ക് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഡിസ്പ്ലേയും അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ക്യാമറ പെർഫോമൻസും ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ നമുക്കൊരു ഡീസൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയെന്ന് തോന്നിയിട്ടുണ്ട്. ഓവറോൾ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ലിം ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വേണം, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി പെർഫോമൻസും കാര്യങ്ങളൊക്കെ തേടുന്ന ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. എനിവേ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ മെസ്സേജ് ചോദിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.